Prayer. Bismillahirrahmanirrahim. Ya Allah, thank you for today's learning. Bless our teachers and friends. Increase us in beneficial knowledge and guide us on the right path. Forgive our mistakes and grant us success. Amen. Thank you. Okay, continue ചെയ്തോളൂ ട്ടോ. Next എന്താ? Three or signing? Yes, ma'am. Sign in. Good morning, everyone. I'm Shruti Suresh, and a very warm welcome you all for today online class. I am really looking forward to learning and growing with all of you this session. I would like to invite Ashwari ma'am for today's class. Thank you. Have a great day. Good morning, everyone. I am Adira, thought of the day. Every day is a chance to change your life. Okay. Then, how are you all? And Good morning. എന്താണ് ഒരു ആക്റ്റീവ് ചെയ്തല്ലോ? Good ma'am, good day. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. മാം മോക്ക് ടെസ്റ്റ് ഇട്ടില്ലല്ലോ മാം. കുറെ ചാപ്റ്ററിന്റെ ഉണ്ടല്ലോ. 7, 9, 11, 12, 14 ചാപ്റ്റേഴ്സിന്റെ ഒന്നും മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. 7 ഏതൊക്കെയാണ്? 7, 9, 11, 12, 14. 11 ഉണ്ടല്ലേ? 11, 12, 14. ഓക്കെ. ആ യെസ് മാം. Just wait. I'll be back. ഓക്കെ. മോക്ക് ടെസ്റ്റ് ഇപ്പൊ നാളെ അപ്ലോഡ് ചെയ്യും. സപ്പോസ് ഏതിന് ചെയ്യാത്തടയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞാണ്. ചിലപ്പോൾ ഞാൻ മറന്നു പോകാൻ കാരണം ഉണ്ടോ. 11:30 ആകുമ്പോൾ വേറെ ക്ലാസ് വരും. ഇപ്പൊ ആ ക്ലാസ്സിലേക്കാണ് ഓടാം. ആ ടൈമിൽ ചിലപ്പോ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണേ. ഓക്കെ. വെയിറ്റ്.
ഓക്കെ, അപ്പോ നമ്മൾ അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 2 നൗൺ, വെർബ്, ടെൻസ്, ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് അടുത്താണോ? അടുത്താണോ? മാം ഞങ്ങളോട് ക്ലാസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Yeah, okay. Then adjective, noun clause, adverb, then conditional sentence, preposition, speech, participle. Adjective ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരോ മാം? പറയാം. പിന്നെന്താ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഐ തിങ്ക് 14th ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഡൗട്ട് ക്ലിയറൻസ് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഡെയിലി സെന്റൻസും കാര്യം നോട്ട്സ് വരും. അതുകൊണ്ട് ഇന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവോ 15ാമത്തെ ചാപ്റ്റർ ഉള്ളതാണോ മാം? അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഉണ്ട്, പക്ഷേ അത് ടെക്സ്റ്റ് വൈസ് ഉള്ള വേർഡ് ആയിരിക്കില്ല. പുറത്തിരുന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് പുറത്തുനിന്നായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് പുറത്തുനിന്നായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയാ വരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എന്താണ് അഡ്ജക്റ്റീവ് എന്താണെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. ആരെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറ്റും നോക്കൂ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. ഇല്ലെങ്കിൽ അല്ല, നിങ്ങൾ ഒന്ന് പറയൂ ആദ്യം, അതിന് ശേഷം ഞാൻ പറയും. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് ചാപ്റ്റർ മുതല് 15ാമത്തെ ചാപ്റ്റർ വരെയാണ് എക്സാമിനുള്ളത്. ഇപ്പോ എക്സാമിന്റെ കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ചോദിക്കേണ്ട. ഞാൻ അത് ടൈം ആകുമ്പോൾ ഞാൻ പറയാം. നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എക്സാമിന്റെ കാര്യം പറയാനൊക്കെ നമുക്ക് ടൈം വരും, ഞാനത് പറയാം. അല്ലാതെ നിങ്ങൾ ഇപ്പൊ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, അതുകൊണ്ട് ഒന്ന് അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞേ. എനിക്ക് വരും. Adjective is a word which we use to describe a noun or pronoun. An adjective is a word that modify a noun a pronoun to make it more specific. ഓക്കെ, അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്? എന്താണ്? സിമ്പിൾ ആണല്ലോ. ഇപ്പോ ലവ്ലിയെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറയാണ്, ലവ്ലിയെ കുറിച്ച് ഞങ്ങൾ പൊക്കി പറയാന്ന് വിചാരിക്കും. അതെല്ലാം അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ പൊക്കി പറയാൻ യൂസ് ചെയ്യുന്ന എല്ലാ വേർഡ്സും എന്താണ്? അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ലവ്ലിയെ കാണാൻ നല്ല ഭംഗിയില്ലേ, പറയില്ലേ? ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ വുമൺ, ഹാർഡ് വർക്കിംഗ് വുമൺ, എന്താ പറയാ, ടാലന്റഡ് ആണ് എന്നൊക്കെ പറയില്ലേ. സോ അതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇതില് 7th ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. 7th ചാപ്റ്റർ നിങ്ങൾ വിട്ടേ എന്ന് ക്വസ്റ്റ്യൻ ഇതുവരെയും ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല. ഒരു എക്സാമിനും വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇത് നിങ്ങളുടെ 30th ബാച്ച് ആണ്. 12th ബാച്ച് വരെയും എന്ന ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. ഏത് ചാപ്റ്റർ ആയിരുന്നു മാം? 7th ചാപ്റ്റർ 7. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ എക്സാമിന് ബേസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ക്ലാസ് എടുക്കും. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. 2 ക്ലാസ് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോ അതുവരെ ഉള്ളൂ. പിന്നെ മാം എനിക്കൊരു ഉള്ളത് പ്രപ്പോസിഷൻസ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള എല്ലാവരും കുട്ടികൾ തന്നെ ക്ലാസ് എടുക്കാനുള്ള ചെയ്തത്. അതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം മാം. പ്രപ്പോസിഷൻ
പ്രപ്പോസിഷൻ നമ്മൾ ടെക്സ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇൻ, ഓൺ, അറ്റ് ഒക്കെയാണ് ഉള്ളത്. അതിൽ ഇൻ എവിടെ യൂസ് ചെയ്യാം? പോയിന്റ്സ് മാത്രം നോക്കി വെക്കാം. ഇന്ന് നമ്മള് സ്മോൾ വെഹിക്കിൾ ഇൻ യൂസ് ചെയ്യും. ഓക്കെ, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് അവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഉള്ളില് ഇപ്പൊ പറയാ ഇപ്പോ എന്താണ് നമ്മുടെ പോക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ ഉള്ളിൽ എന്നൊരു മീനിങ് യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാം? പേജ് മറിക്കാണ്. Between, for. Place, Months. season, month, week, year, enclosed space, morning, afternoon, evening. പ്ലേസ്, ഇയർ, മന്ത്, വീക്സ്, എൻക്ലോസ് സ്പേസ്. പിന്നെ എവിടെയാണ്? മോർണിംഗ്, ഈവനിങ്, സ്മോൾ വെഹിക്കിൾ. പ്ലേസസിലാണ് നമ്മൾ ബിഗിനേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടക്കിടക്ക് ഒരുപാട് അല്ലാതെ നമ്മളിപ്പോ പഠിക്കുന്ന എല്ലാവരും അത്രയേ ഉള്ളൂ എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നേ. നിങ്ങളിപ്പോ സ്റ്റാർട്ടിങ് ആണ്, സോ നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. കാരണം ബിഗിനേഴ്സ് ആണ്, അപ്പൊ ഒരുപാട് പഠിപ്പിക്കാനാണെങ്കിൽ ഇനിയുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചാൽ തീരില്ല, അറിയാലോ. ഓക്കെ, അത് ഗ്രോയിങ് ലാംഗ്വേജ് ആണ്. സോ നമ്മള് നന്നായിട്ട് തന്നെ പഠിക്കണം. ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ നോക്കുക, അപ്ഡേറ്റഡ് ആണ്. ഓരോ പുതിയ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്ഡേറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മള് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇൻ വീക്സിൽ യൂസ് ചെയ്യോ? ഇൻ വീക്കില് വീക്കിലി ചെയ്യും. 2 ആഴ്ച കൂടി കാണാന്ന് പറയാം. Meet in 2 weeks എന്ന് പറയാം. Within 2 weeks ഓടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഓണല്ലേന്ന് ചോദിക്കരുത്. ഇന്ന് ഓക്കെ, യൂസ് ചെയ്യാൻ പറ്റും. 2 ആഴ്ചക്കുള്ളിൽ കാണാം. വിത്തിൻ യൂസ് ചെയ്യാൻ നോക്കാം. ഈസി ആയിട്ട് വിത്തിൻ 2 weeks അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പകരം instead of within. In a week എന്ന് പറയാമോ? In a week or? in a week പറയാലോ. അപ്പൊ ഇത്രയാണ് ഇന്ന്. ഇനി ഓണം പറയുകയാണെങ്കിൽ ഓണം എവിടെ യൂസ് ചെയ്യാം? മെയിൻലി നമ്മൾ സർഫേസിൽ ഓൺ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡേ, ഡേറ്റ് ഇവിടെയൊക്കെ ഓൺ യൂസ് ചെയ്യും. പിന്നെ ഇന്ന് നമ്മൾ സീസൺ യൂസ് ചെയ്യും കേട്ടോ, വിട്ടുപോയി, സീസൺ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓൺ എന്താണ്? സർഫേസ്, ഡേറ്റ്, പിന്നെ ലാർജ് വെഹിക്കിൾ, പിന്നെ ബൈക്ക്, 2 വീലേഴ്സ്, ഇവിടെയൊക്കെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ പേപ്പറിലൊക്കെ നമ്മൾ എഴുതാണെങ്കിൽ ഓൺ ദ പേപ്പർ, ഓൺ എ പീസ് ഓഫ് പേപ്പർ. അത് എന്ത് സർഫേസ് ആണെങ്കിലും, അത് ബോൾ ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ഫ്ലോർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഷർട്ടോ, നമ്മൾ ശരിക്കും ഡ്രസ്സോ, എന്തായിക്കോട്ടെ, മേലെ വീഴുന്ന എന്ത് കാര്യങ്ങൾ, അല്ലെങ്കിൽ മേലെ ഇരിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്കത് ഓൺ വെച്ച് പറയാൻ പറ്റും. പിന്നെ ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. സോ ഫ്ലോർ പറയുമ്പോൾ നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാർജ് വെഹിക്കിൾസിന്റെ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ഓൺ അല്ലേ? ലാർജ് വെഹിക്കിളിൽ പറയാം, ഓൺ പറയാം. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബൈ യൂസ് ചെയ്യാവുന്നതാണ്. ബൈ ട്രാവൽ, I'm going by bus എന്ന് പറഞ്ഞു. ബസ് വഴിയാണ് പോകുന്നത്, ബസ് ആണ് നമ്മൾ പോകുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അറ്റിലേക്ക് പോവാണെങ്കിൽ അറ്റ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക പ്ലേസ്, എക്സാക്ട് പ്ലേസ്, ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, അറ്റ് ദ മൊമെന്റ്, അറ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ. സോ അങ്ങനെ പിന്നെ നമ്മൾ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ അച്ഛൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അച്ഛന് അരികെ എന്നൊരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏതാണ് പ്രിപ്പോസിഷൻ? ഇൻ, ഓൺ, അറ്റ്. ബൈ അറിയാലോ, ത്രൂ ആണ്, കംപ്ലീറ്റ് ത്രൂ ആണ്. പേയ്മെന്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? സോ ത്രൂ. ദെൻ ടൈം പറയും, അറൌണ്ട്, ഏകദേശം ഒരു ടൈം, ഒരു 9 മണിയോട് കൂടി എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറയാം. ബൈ 6 o'clock, 6 മണിയോട് കൂടി എന്ന് പറയാൻ പറ്റും. പിന്നെ ബൈ കംപ്ലീറ്റ്ലി ത്രൂ ആണ്. ബൈ ക്യാഷ്, പിന്നെ ബൈ ഫോൺ, ബൈ ടാക്സി. സോ ത്രൂ ആണ് കേട്ടോ കംപ്ലീറ്റ്ലി. അപ്പൊ ബൈ ഓക്കെ ആണ്. നെക്സ്റ്റ് 4 ആണെങ്കിൽ 4
അപ്പോ ഐ കെയിം ബൈ കാർ എന്ന് പറയോ മാം? അല്ലെങ്കിൽ പ്ലെയിൻ അങ്ങനെ പറയോ? ഐ കെയിം ബൈ കാർ. കാരണം വന്നത് പറയാം. ദെൻ 4-ലേക്ക് പോവാണെങ്കിൽ 4 നമുക്ക് വേണ്ടി എന്നും ആയിട്ട് എന്നൊരു മീനിങ്ങിൽ വരും. നിനക്ക് വേണ്ടി വാങ്ങിയതാണ്, ഫോർ യു, ഐ ബോട്ട് ദിസ് ഗിഫ്റ്റ് ഫോർ യു എന്ന് പറയാം. ആയിട്ടാണെങ്കിൽ ഞാൻ ഒരു 3 മണിക്കൂറായിട്ട് പഠിക്കുകയാണ്, സ്റ്റഡി ഫോർ 3 hours എന്ന് പറയാം. സോ ഈ 2 മീനിങ് ആണ് ഫോറിന് വരാം. ദെൻ സിൻസിലേക്ക് പോവാണെങ്കിൽ മുതൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഞാൻ 6 മണി മുതൽ പഠിക്കായിരുന്നു, പഠിക്കാണ്. അപ്പോ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് 4 o'clock എന്ന് പറയാം. ഓക്കെ, സോ ഈ സിൻസ് നമുക്ക് എവിടെയും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഏജ് ആയിക്കോട്ടെ, മന്ത് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, ഡേ ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, എനിത്തിങ് ക്യാൻ ആഡ് വിത്ത് സിൻസ്. ഓക്കെ, ദെൻ ഇനി ഏതാ? ഇൻ, ഓൺ, അറ്റ്, ബൈ, ഫോർ, സിൻസ്, ഡ്യൂറിങ്. ഡ്യൂറിങ് ഒരു കൈൻഡ് ഓഫ് പീരീഡ് ആണ്. നമ്മള് ഒരു കാലഘട്ടം അല്ലെ, കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന നമുക്ക് കാലഘട്ടം പർട്ടിക്കുലർ പീരീഡ് പീരീഡ് ആണ്. ഇപ്പോ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു പർട്ടിക്കുലർ പീരീഡ് ആണ്. 10:30 to 11:30 ആണ്. സോ ഈ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യൂറിങ് വെച്ച് പറയാൻ പറ്റും, ഈസി ആണ്. ഓക്കെ, ഡ്യൂറിങ് ദ ക്ലാസ് വി ക്യാൻ സ്പീക്ക്, അല്ലെങ്കിൽ വി ക്യാൻ സ്പീക്ക്. ഡ്യൂറിങ് ദ ക്ലാസ് വി ലാഫ്ഡ് ലോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു കൈൻഡ് ഓഫ് പീരീഡ് ആണ്. ഫിലിം ആയിക്കോട്ടെ, എന്തും. ഇനി മന്ത്ലി ഡ്യൂറേഷൻ ആണെങ്കിൽ നമുക്ക് അത് ഡ്യൂറിങ് പറയാൻ പറ്റും. ഇനി ഏതായിരുന്നു അടുത്ത? ടു നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനില്ല. അപ്പൊ ടെക്സ്റ്റിൽ ഉള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ കേട്ടോ, പുറത്തൊന്നും ചോദിക്കില്ല പ്രപ്പോസിഷൻ, പേടിക്കണ്ട. പക്ഷെ പ്രപ്പോസിഷൻ അറിഞ്ഞു വെക്കണം. ടു ആണെങ്കിലും വേറെ എന്താണെങ്കിലും ഓഫ് ആണെങ്കിലും ഒക്കെ അറിഞ്ഞു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് പ്രപ്പോസിഷൻ. ഓക്കെ, പക്ഷെ എക്സാമിനെ ബേസ് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് വൈസ് മാത്രമേ വരൂ. അതായത് ഇൻ, ഓൺ, അറ്റ്, ഡ്യൂറിങ്, സിൻസ്, ഫോർ, ബൈ എന്നൊക്കെ വളരെ വരുള്ളൂ. ബിജിനിടയിലുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇത്രയും ഇതിൽ മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. ഇതാണ് പ്രപ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണ് ഇനി ഡൗട്ട്? മോക്ക് ടെക്സ്റ്റിന്റെ മോഡലായിരിക്കോ എക്സാം? ഏകദേശം ആ ക്വസ്റ്റ്യൻസിന്റെ മോഡലായിരിക്കോ? അതെയോ, നിങ്ങൾ ടേം എക്സാം വെച്ചിട്ടല്ലേ? അതെ അതെ, അത് ഏകദേശം മോഡലല്ലായിരുന്നേ മോക്ക് ടെസ്റ്റിന്റെ? ടേം എക്സാം അതേപോലെ തന്നെ ആ മോഡലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഫൈനൽ എക്സാം അതുപോലെ ആയിരിക്കൂലേ? താങ്ക് യു. ഓക്കെ, then any other doubts? ടെൻസോ? അത് വല്ലാത്തൊരു ഡൗട്ടായി കേട്ടോ. കൊള്ളാം. ഞാൻ ഇവിടെ നിന്ന് ഒറ്റ ശ്വാസത്തിൽ ടെൻസ് ഒക്കെ പറയണോ അല്ലെ? കൊള്ളാം കേട്ടോ. നന്നായിരിക്കും, ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. ചുരുക്കണം, ടെൻസിനെ ചുരുക്കണം. ചുരുക്കാം. സ്ട്രക്ചേഴ്സ് ഒക്കെ അറിയാവോ? അറിയോ? അപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഇംപ്രൂവ് ചെയ്യും. ഞാൻ കുറെ പഠിക്കും, പറയാം, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്താണ്? നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, റൊട്ടീൻസ്, ഹാബിറ്റ്സ് ഒക്കെ പറയാൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വി വോൺ അല്ലെ? സബ്ജക്ട് ഏതാണെന്നൊക്കെ പറയാം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണോ? അറിയാം, കുഴപ്പമില്ല. ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞാൽ മതി, ഒരുവിധമൊക്കെ അറിയാം. ഓക്കെ, അപ്പോ സബ്ജക്ട് പ്ലസ് വി വോൺ എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്ട്സ് ഉണ്ട്. അതിൽ സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ഐ, യു, വി, ദേ. ആൻഡ് വി വൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേർബിന് 3 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫോം ആണ് വി വൺ, മീൻസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സോ നമ്മൾ അതാണ് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി അല്ല, യൂസ് ചെയ്യേണ്ടത് വി വൺ ഫോം ആണ്.
അപ്പോ ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ചെയ്യുന്നു എന്നൊരു മീനിങ് വരും. എല്ലായിടത്തും ചെയ്യുന്നു എന്ന് പറയണമെന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മലയാളം പറയുന്നത്. ഇല്ലെങ്കിൽ എന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കുകയും വേണ്ട. ഓക്കെ, പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാലോ, ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറഞ്ഞാണേ. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ I wake up early in the morning. Okay, I wake up early in the morning. രീതി വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് വേർബില് V1 V2 V3 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേർബില് സിംഗുലർ വേർബും പ്ലൂറൽ വേർബ് ഉണ്ട്. സോ സിംഗുലർ വേർബ് എന്താണ്, പ്ലൂറൽ വേർബ് ഓൾറെഡി എല്ലാ വേർബും പ്ലൂറൽ ആണ്. സോ നമ്മൾ ചെയ്യുന്നത് വേർബില് സിംഗുലറൈസ് ചെയ്യാം. അതായത് എത്തോ ഇയസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെർബ് സിംഗുലർ ആകും. പക്ഷെ നൗണിന്റെ കാര്യത്തിലൊക്കെ വരാണെങ്കിൽ നൗൺ എസോ ഇയസോ ആഡ് ചെയ്യുമ്പോൾ നൗൺ എന്താകും, പ്ലൂറൽ ആയിട്ട് മാറാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വെർബ് സിംഗുലറും പ്ലൂറലും കാണാം. അപ്പൊ ഇവിടെ റൂൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്താ സിംഗുലർ വേർബ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് പ്ലൂറൽ വേർബ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു കാര്യം. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായില്ല. ഒരു സെന്റൻസ് പറയേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആണ്? ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇനി the second tense, present tense ആണ് present continuous tense. ഇവിടെയാണ് നമ്മൾ ഓക്സിലറീസ് യൂസ് ചെയ്യുക. ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. നമ്മൾ വെർബ് ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ ഇത് പിന്നെ പറയാം, ടെൻസ് എടുക്കുമ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞു പോയി അല്ലെ. അതിലൊരു കാര്യമാണ് എന്ത്, ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് പഠിച്ചു, നമ്മൾ മൊഡാൽ വേർബ് പഠിച്ചു, ഇതെല്ലാം പഠിച്ചാണ്. ഓക്കെ, അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ പഠിച്ചാണോ? ഡു ഡസ് ഒക്കെ പഠിച്ചാണോ? ഓക്കെ, അതും കൂടെ പറയാം. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറയേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഡസും ഡുവും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഷീ ഡസന്റ് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയാം. ഷീ ഡസന്റ് ലൈക്ക് ഐസ്ക്രീം. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഡസന്റ് ഷീ ലൈക്ക് ഐസ്ക്രീം. ഇനി പ്ലൂറലൊക്കെ വരാണെങ്കിൽ യു ലൈക്ക് ഐസ്ക്രീം, യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ഡു യു ലൈക്ക് ഐസ്ക്രീം, ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം. ഇങ്ങനെയാണ് ഈ 4 ഫോംസ് വരുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്, അറ്റ് ദ മൊമെന്റ് അല്ലെങ്കിൽ അറ്റ് ദ കറന്റ് സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു ആ ഒരു കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. അത് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിലെ കാര്യം കൂടെ ഈ ടെൻസ് വെച്ച് പറയാൻ പറ്റും. എങ്ങനെയാണ്, നാളെ ഞാൻ ദുബായിലേക്ക് പോവാണ്, ഐ എം ഗോയിങ് ടു ദുബായ് ടുമാറോ. ഓക്കെ, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ്. അപ്പൊ സംടൈംസ് വി യൂസ് ദിസ് ടെൻസ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സംടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? അതെല്ലാം മനസ്സിലാക്കി വെക്കൂട്ടോ. അതിന് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെയാണ് അങ്ങനെ പഠിക്കണം, ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ പിന്നെ എന്താണ് ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ്. കണ്ടിന്യൂസ് ഉണ്ട് പറയാനായിട്ട്. ഈ ടെൻസിലാണ് നമ്മൾ ഓക്സിലറീസ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ടെൻസ് എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ പാസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഐ എന്തായിരിക്കും, അവര് പ്ലൂറലായിട്ടാണ് കാണാം. ബാക്കി എല്ലാ ടെൻസിലും ഐ പ്ലൂറലായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രം ഐ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഐയുടെ കൂടെ എന്താണ്, ആം യൂസ് ചെയ്യുന്നു, ഈ ഷീറ്റിന്റെ കൂടെ ഈസ് യൂസ് ചെയ്യുന്നു, ആൻഡ് യു വി ജെയുടെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഓക്സിലറീസ്. അപ്പൊ ഐ ആം ടീച്ചിങ്, യു ആർ ടീച്ചിങ്, ആൻഡ് ഐ ആം ടീച്ചിങ്, ഹി ഈസ് ടീച്ചിങ്, യു ആർ ടീച്ചിങ്. അങ്ങനെ പറയാം. നെഗറ്റീവ്സിലൊക്കെ വരാണെങ്കിൽ I'm learning English, I'm not learning English, am I learning English, aren't I learning English. Okay, aren't I, not a, am and not aren't. And he is learning English, is not learning English, is he learning English, isn't he learning English. Okay, then they are learning English, they are not learning English. Are they learning?
ആർ ഇൻ ദ ലേണിംഗ് എന്ന് വരും. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രസന്റ് പെർഫെക്റ്റ്. ഈ ടെൻസ് ആ നമ്മള് പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇത് കംപ്ലീറ്റ് ആയ ആ ഒരു മൊമെന്റ് നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഈ ടെൻസ് വെച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അറ്റ് ദ മൊമെന്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തിന് മുൻപ് നടന്നൊരു കാര്യം നമുക്ക് ഈ ടെൻസിലാണ് പറയാം. ഓക്കെ, അത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ, അവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ എല്ലാ ടെൻസും അല്ലെങ്കിൽ ഗ്രാമർ കുറച്ചുകൂടെ അറിയുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ചോദിക്കാം. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ ഹാവ് യു എന്ന് പറയാനുള്ള കാര്യം എന്താ അറിയോ നിങ്ങൾക്കത്? ഹാവ് യു, കാരണം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണ് 10:30. കൂടി വന്നാൽ നിങ്ങളൊരു 9 അല്ലെങ്കിൽ 8 ആ ടൈമിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാകുക. അത് പ്രസന്റ് അല്ലെ, സംഭവിച്ചൊരു കാര്യമാണ്, കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ് ആയിരിക്കും. സോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പോലും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ഹാഡ് എന്താ അവിടെ മീനിങ് വരാം? ഹാഡ് കഴിച്ചോ, ഈറ്റ് എന്നൊരു മീനിങ് വരാം ഹാഡ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നടന്ന കാര്യം. പക്ഷെ ഞാനിപ്പോ ഒരു ഉച്ചയൊക്കെ ആയപ്പോ വരാണ്, ലഞ്ച് ടൈമിൽ ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന്. എനിക്ക് ഈ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ, സമയം ഒരുപാടായി. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കേണ്ടത് എന്താ, ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാം. ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അത് ടൈം പോയി. രാവിലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാം. ഉച്ചക്ക് ചോദിക്കുകയാണെങ്കിൽ ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി. അതാണ് വ്യത്യാസം. അത് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഗ്രാമർ അറിയുന്ന ഒരാൾക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? യെസ് മാം. അപ്പോ അതാണ് in the present perfect. ഇപ്പോ I have done my homework, I haven't done my homework. Have you done my home? Have you done? Oh my God. Because your homework എന്ന് പറയാം. And haven't you ചോദിക്കാം. Okay, has ലൊക്കെ വരാണെങ്കിൽ he has done. ഇവിടെ നിൽക്കട്ടെ, ഹിസ് ഒന്നും പറയാനുണ്ട. അപ്പൊ he has, he hasn't, has he, hasn't he. ഓക്കെ, ഇങ്ങനെയാണ് പെർഫെക്റ്റ് വരാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ്, ഹാവ്, ഹാഡിനൊക്കെ ശേഷം നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പറഞ്ഞില്ലല്ലോ. സബ്ജക്ട് പ്ലസ് ആമിസാൽ പ്ലസ് വെർബ് ing ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ 3 ടെൻസ് ക്ലിയർ ആണ്. ഇനി ഇത് ലാസ്റ്റ് വൺ, പ്രസന്റ് ടെൻസ് ലാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. രാവിലെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെൻസ് വെച്ച് ഈസിലി നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇനി അത് കണ്ടിന്യൂസ് വെച്ച് പറയാനും പറ്റും. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് വെച്ച് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഞാനിപ്പോ പറഞ്ഞ കാര്യം നമുക്ക് അത്യാവശ്യം അറിയാം, ഗ്രാമർ അറിയാം ആണെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. അപ്പോ I have learning English, sorry, I have been learning English for 3 hours എന്ന് പറയാം. അല്ലെങ്കിൽ I have learned English since 4 o'clock എന്ന് പറയാം. കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട്. ഓക്കെ, സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് ing. ഇതാണ് സ്ട്രക്ചർ. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ് വരാ. ഓക്കെ, പ്രസന്റ് ടെൻസ് മനസ്സിലായോ? ഓക്കെ മാം. കുറച്ച് റെസ്റ്റ് വേണം. ഓക്കെ, പിന്നെന്താ, ശരി കേട്ടോ, റെസ്റ്റ് വേണം. ഞാനൊന്നും പറയാത്തില്ല, ഇപ്പൊ ഇങ്ങനെ ക്ലാസ് എടുക്കാറില്ലല്ലോ. അപ്പോ ബുദ്ധിമുട്ടിച്ചോ മാം? ഇതോ ഞാൻ ബുദ്ധിമുട്ടിച്ചോ? ഇതൊരു ബുദ്ധിമുട്ടേ. താങ്ക് യു മാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്താണ്? പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് എന്താണ്? ചെയ്തു എന്ന് പറയാം. സബ്ജക്ട് പ്ലസ് V2 ആണ് സ്ട്രക്ചർ വരുന്നത്. ചെയ്തു കംപ്ലീറ്റ് ആയ പ്രോസസ് ആണ്. അത് എപ്പോ വേണമെങ്കിലും, ഇപ്പോ നമ്മൾ ടൈം പറയുകയാണെങ്കിൽ 11 to 11 സംഭവങ്ങൾ വരെ നമുക്ക് ഈ പാസ്റ്റ് ടെൻസിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാവരും ഈ പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് പറയാതെ എല്ലാവരും ഈ ടെൻസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. എളുപ്പമാണല്ലോ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മുന്നേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പാസ്റ്റ് തന്നെ പോവാണ്. അപ്പോ I have done my homework എന്ന് പറയുന്നതിന് ഏറ്റവും എളുപ്പത്തിൽ I done my homework എന്ന് പറയും. മനസ്സിലായോ?
എല്ലാവരും അങ്ങനെയാണ്, ഷോർട്ട് ആണ് സംസാരിക്കുമ്പോൾ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാട്ടോ, തെറ്റൊന്നുമില്ല. ആൾക്ക് കാര്യം മനസ്സിലായാൽ മതി, പക്ഷെ നിങ്ങൾക്ക് ഗ്രാമർ അറിഞ്ഞിരുന്നാൽ മതി, അറിയാൻ പറ്റും. അപ്പൊ അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ചെയ്തു എന്ന് പറയാം. ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് പറയുകയാണെങ്കിൽ ചെയ്യുകയായിരുന്നു, ഉപാസനാത്മക കാര്യമാണ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, ഐ വാസ് ലേണിംഗ്, ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയാം. അവിടെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് ing, സിംഗുലർ സബ്ജക്റ്റിനൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിനൂടെ വേർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ പ്രസന്റ് പെർഫെക്റ്റ്, സോറി പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. I had done my homework, ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെഗറ്റീവ്സ് പറയണമല്ലോ. V2 ആണെങ്കിൽ I played cricket എന്ന് പറയുമ്പോൾ I played cricket, I didn't play cricket, did you play cricket, didn't you play cricket എന്ന് പറയും കേട്ടോ. did ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ പ്രസന്റില് do does ആണെങ്കിൽ പാസ്റ്റിലേക്ക് വരുമ്പോൾ did ആണ്. ഇനി കണ്ടിന്യൂസിലേക്ക് വരികയാണെങ്കിൽ I was learning, I was not learning, then was you learning അങ്ങനെ വരും. no, sorry, were you, എനിക്ക് തെറ്റിയതാണ്. ഓക്കെ, വേണ്ട, I വേണ്ട, വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയും. ഇപ്പൊ എന്താ, he was learning, he was not learning, was he learning, was he learning. I പറയുമ്പോ കൺഫ്യൂഷൻ വരും കേട്ടോ, I വെച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. ഇനിയിപ്പോ they ആണെങ്കിൽ they were learning, they weren't learning, I was എന്ന് പറയോ, I was എന്ന് പറയോ. I was learning English, I was not learning English അതെന്നും പറയും. ബാക്കി ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പുതിയ was you learning English, was you ആണോ, അല്ല were you എന്നല്ലേ ചോദിക്കാം. was അല്ല. ഓക്കെ, അത്രയാണ്. ദെൻ പെർഫെക്റ്റ് വരാണെങ്കിൽ ഹാഡ് ആണ് യൂസ് ചെയ്യുക, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുക. ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. I had done my homework എന്ന് പറയാം. I had completed, I hadn't completed, had you completed, hadn't you completed. Okay, ഇങ്ങനെ വരും. And perfect continuous വരാണെങ്കിൽ സബ്ജക്ട് പ്ലസ് had been plus verb ing ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I had been learning English, they had been learning English എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ്, ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1, എല്ലാ ഫ്യൂച്ചർ ടെൻസ് എല്ലാവർക്കും വിൽ ഉണ്ടാകും. സോ മീനിങ് വരുന്നത് ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാൻ അവിടെ കാണും. I will go, I will see, I will meet. Okay, I will do എന്നൊക്കെ പറയാം. നെഗറ്റീവ് എന്താ, I will go, I will not go, will you go, won't you go എന്ന് വരും. ആൻഡ് ഏത് സബ്ജക്റ്റിന് കൂടെ നമുക്ക് വിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് പിന്നെ കണ്ടിന്യൂസിലൊക്കെ പോവാണെങ്കിൽ വിൽ ബി വരും. വിൽ ബി ഗോയിങ്, I will be going, I will be learning ഒക്കെ പറയാൻ പറ്റും. ഇവിടെ വിൽ ബി നമ്മള് വെർബിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം കേട്ടോ, I will be going എന്നൊക്കെ പറയാം. അത് വേർബാണ്. നോൺ വെച്ച് നമുക്ക് പറയാൻ പറ്റും. നോൺ വെച്ച് പറയുന്നത് I'll be become teacher എന്ന് പറയാം. അപ്പോ ഞാൻ അങ്ങനെ ആകുമായിരിക്കും എന്നൊക്കെ പറയില്ലേ, ആ മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വിൽ ഹാവ് ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ് വരാം. I will have gone, okay, I will have done എന്നൊക്കെ പറയാം. Then continuous പറയുകയാണെങ്കിൽ I will have been learning, you will have been learning എന്നൊക്കെ പറയാം. ഇത്രയാണ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. തിരിച്ചും മറിച്ചൊക്കെ പഠിക്കാൻ നോക്കുക. ഒരു ടെൻസിന് പകരം വേറെ ടെൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ടെൻസിനെ കുറിച്ചൊക്കെ അറിയാം. ഇനി ടെൻസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ കുറെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും, കാരണം ഓൾറെഡി ടെൻസിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും.
കാരണം ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ടെൻസിന് പകരം ഏതെങ്കിലും ടെൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റിന് പകരം മീൻസ് പ്രസന്റ് പെർഫെക്റ്റിന് പകരം പാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക, പഠിക്കുക. ഇവിടെ വെച്ച് ഇംഗ്ലീഷ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുക. കാരണം കഷ്ടപ്പെട്ട് 10 മാസം കൊണ്ട് നിങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അത് ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ച് ഫുള്ള് പോകും. സോ അത് കണ്ടിന്യൂ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ക്ലിയർ? ഓക്കെ മാം, താങ്ക് യു. അപ്പം അതാണ് ടെൻസ്. ഇനി എന്താ പറയാനുള്ളത്? ഡൗട്ട്സ് ഉണ്ടോ? ആഡ്വേർബ് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ്. അത് ഒന്നിൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. അത് ആഡ്വേർബ് ഫ്രേസ് ആണ്. ക്ലോസിലേക്ക് വരാണെങ്കിൽ ഈ പറയുന്ന എന്തായിരുന്നു മറന്നുപോയല്ലോ, സബോർഡിനേറ്റീവ് കൺജക്ഷൻസ് ഒക്കെയാണ് വരാം. വെർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്നത് മാത്രം നോക്കുക. ദെൻ സബോർഡിനേറ്റീവ് കൺജക്ഷൻ വരുന്നുണ്ടോ നോക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എക്സാമ്പിൾ ബേസ്ഡ് പറയാൻ ഒരു കാര്യം, നന്നായിട്ട് ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിന് കിട്ടും. ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതായത് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ടേം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ എന്തെങ്കിലും ടേം എക്സാമില്? ഒന്നും ശ്രദ്ധിച്ചു. വെരി ഗുഡ്, അങ്ങനെ വേണം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. അല്ലെങ്കിൽ ആ ടൈമിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ പറയണോ? മതി മാം. ഇതോ അപ്പൊ മതിയോ? അതിപ്പം പറഞ്ഞ കുഴപ്പമില്ലേ? ടയർഡൊന്നുമില്ല കേട്ടോ. ഞാൻ ഏതേത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ആലോചിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങള്? ദിസ് ഈസ് ദ ബ്ലേഷ് ഡാഷ് വി മാച്ച്. ആൻസർ എന്താ? വേറാണോ? വേർ ബാക്കിയെല്ലാം ഇവിടെ പറയും. ഇത് മിണ്ടാത്തയായിരുന്നു. ഇവിടെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. സോ വേർ വേറാണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കി ഏതെങ്കിലും ഓപ്ഷൻ വരുമോ? ഇതില് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എടുപ്പുണ്ടാവോ? ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ആലോചിച്ച് നോക്കും നിങ്ങള്. ഒരിക്കലും ഹൂവരില്ല, ഹൂസും ഇല്ല. നമുക്ക് ഓൾറെഡി കണ്ടാൽ അറിയാം. കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ഓപ്ഷനും അതിലില്ല. ഡയറക്റ്റ്ലി ആൻസർ അവിടെ ഉണ്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക്. കുറച്ച് ആലോചിച്ച് ഒക്കെ നേരിടാണെങ്കിൽ എളുപ്പമായിരിക്കും.
ഓക്കെ, മിക്കപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെന്താണ് ഇനി ഡൗട്ട് എന്താണ്? പിന്നെ എന്തെങ്കിലും വിശേഷം പറയൂ. കുറച്ച് നമുക്ക് സംസാരിക്കണോ? അതെ, വേണ്ട, കുറച്ച് നോട്ട്സ് ചെയ്തേലാം. സംസാരിക്കാം, വേണ്ട. നോട്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2 ക്ലാസ് എന്തായാലും കിട്ടി. ഇനി ഡൗട്ട്സോ ഒന്നുമില്ല കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 2 ക്ലാസ് കൊണ്ട് നമ്മള് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. കുറച്ച് ഡെയിലി സെന്റൻസ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ്, അത് നോട്ട്സ് ഞാൻ തരും. അതിനുശേഷം നമ്മള് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ഏതെങ്കിലും ഒരു സാറ്റർഡേ നമ്മൾ ഫോണിക്സിന്റെ ക്ലാസ് വെക്കും. കാരണം നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് ഫോണിക്സ് ക്ലാസ് തീരില്ല, 2 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. സോ ഫോണിക്സിന്റെ ക്ലാസ് എന്തായാലും നമ്മൾ വെക്കും കേട്ടോ. ഏതെങ്കിലും ഒരു സാറ്റർഡേ നമ്മൾ എന്തായാലും വെക്കും. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എക്സാമിന് മുൻപോ, അല്ലെങ്കിൽ നമുക്ക് ഈ സാറ്റർഡേ അല്ല, അടുത്ത നെക്സ്റ്റ് സാറ്റർഡേ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ടേം എക്സാം മിക്കവാറും ഫെബ്രുവരി ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം നിങ്ങൾ ഫെബ്രുവരി ലാസ്റ്റ് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആവാണ്. മിക്കവാറും മാർച്ചിൽ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എന്തായാലും ടേം 2 ഉണ്ടാവും. അതിനുശേഷം തന്നെ മെയിൻ എക്സാം ഉണ്ട്. ഡിപ്ലോമയുടെ ആദ്യമായിട്ട് കഴിഞ്ഞിട്ടല്ലേ PG ഉണ്ടാവുള്ളൂ. അതെ. അപ്പോ മെയിൻ എക്സാം തുടങ്ങുന്നതിന് മുന്നായിട്ട് വേണമെങ്കിൽ ഞാൻ ഫോണിക്സ് ക്ലാസ് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് എക്സാമിന് വൈസ് കുറച്ച് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പോ ഇപ്പൊ വരുന്ന എക്സാം എല്ലാ സബ്ജക്റ്റും കൂടിയാണോ അത് ഇംഗ്ലീഷ് മാത്രമായിട്ടാണോ? എല്ലാ സബ്ജക്റ്റും ഒരുമിച്ചാണ്. ടേം 1 എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ടേം 2 വരെ. മെയിൻ എക്സാം സെപ്പറേറ്റ് ആണ്, ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിരിക്കും. മൊഡ്യൂൾ 2 സെപ്പറേറ്റ് എക്സാം ആണ്, ലാസ്റ്റ് എക്സാം ആയിരിക്കും. 100 മാർക്സിലായിരിക്കും 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ടേം 2 എക്സാം ഇപ്പൊ ആ ടേം 1 കഴിഞ്ഞിട്ട് പഠിപ്പിച്ചേക്കണ മാത്രമാണോ വരുള്ളൂ, അതോ ആദ്യത്തോട്ട് ഉണ്ടാവോ? ടേം 2 കണ്ടീഷണൽ സെന്റൻസ് തുടങ്ങി 15 ചാപ്റ്റർ വരെ ഉണ്ടാകും കേട്ടോ. ഓക്കെ, പിന്നെ എന്തോ ഞാൻ പറയാൻ പോകുന്നല്ലോ, പറയാൻ വന്നോ? ഓക്കെ, അപ്പോ ക്ലാസ്സിനെ കുറിച്ചാണ്. സാറ്റർഡേ ആയിരിക്കും കോണ്ടെക്സിന്റെ ക്ലാസ് വെക്കുക. അത് മെയിൻ എക്സാമിന് മുന്നായിട്ട് ക്ലാസ് വെക്കുന്നതായിരിക്കും. ഇൻഫോർമേഷൻ ഒക്കെ പറയുന്നതായിരിക്കും, ഇൻഫോം ചെയ്യും നിങ്ങളെ. സോ മാക്സിമം അല്ല, എല്ലാവരും പ്രസന്റ് ആകുക. സാറ്റർഡേ ആയിരിക്കും, സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും, ജോയിൻ ചെയ്യാൻ നോക്കാം, മിസ് ചെയ്യും. ഓക്കെ, കോണ്ടെക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഞാൻ എക്സാമിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അതിന് കൂടെ തന്നെ ഞാൻ ചിലപ്പോൾ പറയും. അത്യാവശ്യം കുറച്ച് സമയം എടുക്കും ക്ലാസ്. ഓക്കെ, ഒരു 1 hour കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. 2:30 അല്ലെങ്കിൽ 2.5 hour ഒക്കെ ചിലപ്പോൾ പോകാം, പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അത് കണക്കാക്കി തന്നെ വന്നിരിക്കുക. അപ്പോ എല്ലാ കാര്യങ്ങളും പറയാം. എക്സാമിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, എക്സാം എങ്ങനെയായിരിക്കും, ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, എല്ലാം പറയുന്നതായിരിക്കും. എല്ലാവരോടും പറയാം. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ തന്നെ നേരത്തെ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കണ്ടാൽ പോരാ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരിക്കും. മെയിൻ എക്സാം നൈറ്റിലായിരിക്കും മാം. മെയിൻ എക്സാം നൈറ്റിലായിരിക്കും. മെയിൻ എക്സാം നൈറ്റിലായിരിക്കാം മേ ബി. പൊതുവെ MT നൈറ്റിലാണ്. HA ഡേറ്റ് ചെയ്യുമ്പോൾ MT നൈറ്റ് ആണ് വെക്കാറ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ പോർഷൻസ് അപ്പോൾ അത് തീർന്നു. ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു പറയൂ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. ഇത്രയും നാളെ എന്റെ കൂടെ പഠിച്ചു, നമ്മൾ ഒരുമിച്ച് പഠിച്ചു. ഒരു 10 month അല്ലെ, ഒരു ജേർണി ആയിരുന്നു. ലോങ് ടൈം അല്ലെ. എടുത്തോണ്ടാണെന്ന് അറിയില്ല മാം. ഞാൻ അന്നേരം മാം എടുക്കുമ്പോ എല്ലാം മനസ്സിലാവും, പക്ഷെ എനിക്ക് മറവിയുണ്ട്. കീമോ എടുത്തിട്ട് കുറച്ച് മറവി കൂട്ടലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിപ്പോ ഇങ്ങനെ ചോദിച്ചത് മാമിനോട്.
അപ്പൊ ഒരു ഏകദേശം രൂപം കിട്ടുമല്ലോ പഠിക്കാനായിട്ട്. നമ്മള് എപ്പോഴും എടുത്ത് നോക്കാം കേട്ടോ. അപ്പോ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് വരും. ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് തന്നെ വരും. ഓക്കെ, എന്ത് കാര്യവും ഓർക്ക് ഇപ്പൊ മറക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം നമ്മൾ ഓർക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഓർത്തെടുക്കുക, വർക്ക് ചെയ്യുക, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുക, കിട്ടും, ഷുവറാണ്. മാം ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്നില്ലേ? എക്സാമ്പിൾസ് പോലെയും പിന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കൂലേ? അത് വളരെ യൂസ്ഫുൾ ആണ് മാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒന്നും കൂടി നമ്മളത് ശ്രദ്ധിച്ച് അറിയാനുള്ള ഒരു ഇത് വരുന്നത്. ശരിയാണ് മാം. ഓക്കെ, പൊതുവെ ഞാൻ ചെയ്യുന്നത് എക്സാമിന് വേണ്ടിയാണെങ്കിൽ പൊതുവെ എക്സാമിന് വരുന്ന മോഡൽസ് എങ്ങനെയാണ് ആ ടൈമിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറയും. അങ്ങനെയാണ് പൊതുവെ ഞാൻ ചെയ്തു പോവാറ്. ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയും, അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആവും. നമുക്ക് അത്രയൊന്നും വേണ്ട. എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. പോരെ, അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ കേട്ടോ. ഇത്രയും പറ്റുള്ളൂ, അത് തന്നെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇനി എക്സാമിനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട, അത് നമുക്ക് സെറ്റ് ചെയ്യാം, പേടിക്കണ്ട. ഓക്കെ, ഒരുപാടങ്ങനെ സന്തോഷിക്കല്ലേ കേട്ടോ. അതായത് ശനിയാഴ്ച വരും, ഇൻഫർമേഷൻ വരുമ്പോ കറക്റ്റ് ടൈമിൽ പ്രസന്റ് ആയാൽ മതി. അതൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, അപ്പൊ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇത്രയും നാളത്തെ ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ 13th ബാച്ച് കംപ്ലീറ്റ് ആവാണ്. പക്ഷെ എത്ര പെട്ടെന്ന് ടൈം പോയല്ലേ. ഓരോ ബാച്ചസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മാം മിസ്സിനെ ഒരുപാട് മിസ് ചെയ്യും. എന്നെയോ? ഷോ, എല്ലാവരെയും മിസ് ചെയ്യും കേട്ടോ ഭയങ്കരമായിട്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മിസ്സാവും. ചെയ്യുന്നു 1 year അറിഞ്ഞില്ല മാം, അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പെട്ടെന്ന് പോയി നീ. ശരിയാ, ഞാനും ആലോചിച്ചു പെട്ടെന്നാ പോയി. 13th ബാച്ച് 12th ബാച്ച് കഴിഞ്ഞ മാസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളാണ് നെക്സ്റ്റ് 14th ആണ്. അങ്ങനെ ഓരോ മാസം ഓരോ ബാച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെന്താ? ഞങ്ങളെല്ലാം മുമ്പാണോ 14th എക്സാം? ഇല്ല, നിങ്ങൾ കഴിഞ്ഞിട്ടാ. 13 കഴിഞ്ഞിട്ട് 14 വരും. 12th നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ 12 ആണ്. 12 നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. മെയിൻ എക്സാം ആണല്ലോ. ഇനിയിപ്പോ നാളെ കോൺവെക്കേഷൻ ആണ്. MD ടേണിനും 11 കോൺവെക്കേഷൻ ആണ്. ഈ 12th കഴിയുമ്പോൾ ഓരോ കോൺവെക്കേഷൻ വരും, പിന്നെ നിങ്ങളുടെ കോൺവെക്കേഷൻ വരും. സോ എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. പ്രോഗ്രാംസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആ ദിവസം നിങ്ങൾ മിസ് ചെയ്യരുത് എന്നേ ഞാൻ പറയൂ കേട്ടോ. ഭയങ്കരമായിട്ട് എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടത് ഷുവറാണ്. ഇൻസ്റ്റയില് കാണാറുണ്ടോ? അടിപൊളിയാണോ? ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലവ്ലി അടുത്തല്ലേ, വരാം. അടുത്താണ് മാം, 15 മിനിറ്റ് ഉള്ളൂ. 15 വേണ്ട, 10 മിനിറ്റ് ഉള്ളൂ. എവിടെയെങ്കിലും വെച്ച് കാണൂട്ടെ തന്നെ, ഒന്ന് സംസാരിക്കാം. കോൺവെക്കേഷന്റെ അന്ന് ആ പ്രോഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ? ഏത് പ്രോഗ്രാം? കോൺവെക്കേഷന്റെ അന്ന് വേറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവോ? അപ്പൊ പ്രാക്ടിക്കൽ ഒക്കെ നടക്കുന്നുണ്ടാവോ വേറെ ബാച്ചിന്റെ? അത് അറിയില്ല, ചിലപ്പോ ഉറപ്പില്ല. കാരണം ഇത് ഇത്തവണ പ്രാക്ടിക്കൽ നടത്താൻ കാരണം എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ തുടങ്ങായിരുന്നല്ലോ. അപ്പൊ കുട്ടികൾക്ക് തിരക്കായിരിക്കും. സോ അങ്ങനെ വെച്ചാണ് പ്രാക്ടിക്കൽ നമ്മൾ. പക്ഷെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പോലും നമ്മളത് കോൺവെക്കേഷൻ അത് ബാധിക്കാറില്ല. അവര് താഴെ പ്രാക്ടിക്കൽ ചെയ്യുന്നു, നമ്മൾ മുകളില് കോൺവെക്കേഷൻ എൻജോയ് ചെയ്യുന്നു. അങ്ങനെയാണ്. അത് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. പ്രാക്ടിക്കൽ പക്ഷെ കഴിഞ്ഞല്ലേ? എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല മാം, കുറച്ച് പേർക്ക് മാത്രമേ വരാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങളുടെ ബാച്ച്. യെസ് മാം. ഓക്കെ, ജിഷ മിസ്സിനോട് ചോദിക്കട്ടോ, കാരണം ജിഷ മിസ് ആണ് പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്യുന്നത്. മിസ്സിനോട് ചോദിക്കൂ, കാരണം കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് മിസ്സിന് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ മിസ് നമുക്കത് കാണിച്ചു. എല്ലാവർക്കും ദൂരമായതുകൊണ്ടേ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജസ്റ്റ് 10 മിനിറ്റ്. പക്ഷെ മിക്കവർക്കും ദൂരമാണല്ലോ മാം. അപ്പൊ അതുകൊണ്ട്
മിക്കവർക്കും വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പ്രാക്ടിക്കല്. ഞാൻ കാസർഗോഡാണ്. ഓക്കെ ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമോ കോൺവൊക്കേഷന്? ഞങ്ങള് ഓൺലൈനിൽ ചെയ്യണമെന്ന് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ടൈം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സംശയമാണ്. പെട്ടെന്ന് കോൺവൊക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. ഓക്കെ, അപ്പൊ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എങ്ങനെ വന്നാലും MT സ്റ്റുഡൻസിന്റെ കോൺവൊക്കേഷൻ കഴിയാൻ ടൈം എടുക്കും. എങ്ങനെ അങ്ങനെയാണത്. കാരണം പ്രോഗ്രാംസ് ഉണ്ടാകും, പിന്നെ അല്ലാതെ നമ്മൾ കുറച്ചധികം ടൈം MT-കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ചെയ്യാൻ ഡിസ്റ്റൻസ് ബില്ലിംഗ് ആണെങ്കിൽ ഓക്കെ ആയിക്കോട്ടോ. അപ്പൊ ഇതൊന്ന് ഈ സജഷൻ ഒന്ന് ഡിസ്റ്റൻസിനോടൊന്ന് പറഞ്ഞു നോക്കാം, ഷെയർ ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ തെറ്റാണ്. ഓക്കെ, പക്ഷെ അതിന്റെ പേരിൽ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതിരിക്കരുത് കേട്ടോ, വളരെ മോശമായിരിക്കും. കാരണം എല്ലാ ബാച്ചും MT വരുമ്പോ ഒരു ലോഡ് പ്രോഗ്രാം ലിസ്റ്റ് ആയിരിക്കും വരാം. നാളെ അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. MT വരുമ്പോ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരാൻ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തോടെ? അത്രയ്ക്കും അതെ, പെട്ടെന്നായിരിക്കും. അപ്പൊ 1 month കൊണ്ട് വരുമോ മാം? എന്തോ 1 monthനുള്ളിൽ വരുമോ? പിന്നെ ആണോ? പ്രാക്ടീസ് ചെയ്ത് വെച്ചോ, കാരണം ഒരു പ്രോഗ്രാം ആയിരിക്കില്ലല്ലോ ഉണ്ടാവാ. ആണോ? ഡാൻസ് ഒക്കെ ഉണ്ടോ നിങ്ങളെ? മോശം കേട്ടോ, പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഞങ്ങൾ നാണം കിടക്കരുത്. സോറി. ഡാൻസ് ഉണ്ടോ മാം? എന്തായാലും ഉണ്ടോ? മാമും കളിക്കണോ ഞങ്ങളുടെ കൂടെ? നിങ്ങളെ കൂടെ എന്തായാലും കളിക്കും. ഞങ്ങൾക്ക് DJ ഇട്ട് തന്നാ മതി മാം. എന്തോ ഞങ്ങൾക്ക് DJ ഇട്ട് തന്നാ മതി. ഇന്ന് സെറ്റാണ്, ആക്റ്റീവായിട്ട് ഇരുന്നാ മതി എല്ലാവരും. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്യാം. എന്റെ കാര്യം അങ്ങനെയൊന്നുമില്ല, വരും. മന്നെന്ന് പറഞ്ഞാൽ മതി, വന്നിരിക്കും, വരും. അതിൽ നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. എല്ലാരും വരും, എല്ലാരും വന്നൊക്കെ എൻജോയ് ചെയ്യാം. ആ ഒരു മൊമെന്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അയ്യോ, ഒരിക്കലും മറക്കുന്ന ഒരിക്കലും മറക്കില്ല. അത് കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്ന് വരുമ്പോ എല്ലാവരെയും കാണാമല്ലോ, അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ മിസ്മാരെല്ലാവരെയും കാണാം. ഞങ്ങൾ ഒരു പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ നേരിട്ട്. അപ്പൊ അന്നേരം ഞങ്ങൾക്ക് എല്ലാവരെയും കാണാം, അടിപൊളിയാക്കാൻ ആഗ്രഹമുണ്ട്. ടീച്ചേഴ്സിന് വേറെ മുഖം കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാനിവിടെ ഇത് പറഞ്ഞേണ്ട കാര്യമില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമെന്നൊക്കെ മനസ്സിലാവും. ഭയങ്കര രസം. അതുകൊണ്ട് വരാതിരിക്കരുത് ആരും. മാക്സിമം എത്ര എഫോർട്ട് എടുത്ത് വരാൻ പറ്റുമോ വരണം, മിസ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നത് മാത്രമല്ല അവിടെ ഉള്ളത്. സർട്ടിഫിക്കറ്റ് വാങ്ങാതെ വേറെ കാര്യം. സർട്ടിഫിക്കറ്റ് വാങ്ങുക, ടീച്ചേഴ്സുകളിൽ അവരുടെ ഫോട്ടോ കൊടുക്കുക, അത് ഭയങ്കര ഒരു മെമ്മറീസ് ആണ്. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആ ഒരു ഫീൽ എടുക്കുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും വരും. അപ്പോ പിന്നെ എന്താണ്, ആ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്, നമ്മള് ആ മൊമെന്റിൽ എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ മറക്കും. അതുപോലെയാണ്. കാരണം പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, രാവിലെ വരുന്നു, പ്രെയർ കാര്യങ്ങള്, സ്പീച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങളുടെ ഡാൻസ് ആണ്. ഓക്കെ, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇന്നത്തെ വേണം ഞങ്ങൾക്ക് റെസ്റ്റ് വരും. ഓക്കെ, ഫസ്റ്റ് ടീച്ചേഴ്സ് ഡാൻസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടായിരിക്കാം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചേഴ്സ് ഡാൻസ് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കും. അയ്യോ, ഭയങ്കര രസമാണ്. അത് നമ്മള് റിലാക്സ്ഡ് ആയിട്ട് എന്ത് രസമാണെന്ന് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം മേ ബി. പക്ഷെ ഇൻസ്റ്റയിൽ കാണുന്ന കുറച്ച് പോർഷനേ ഉള്ളൂ, പക്ഷെ അത് അങ്ങനെയല്ല. ഭയങ്കര രസമാണ്. ഓക്കെ, അതൊക്കെ എൻജോയ് ചെയ്യണം എല്ലാവരും തന്നെ. ഓക്കെ, അപ്പൊ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ടി. പ്രോഗ്രാംസ് ആണെങ്കിൽ പ്ലാൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്യും ഇപ്പോഴേ. ഓക്കെ, ഞങ്ങൾക്ക് ഒരു MT8 ബാച്ച് ഉണ്ടായിരുന്നു. ഭയങ്കര ഇത്രയും നാൾ വന്നതില് MT8നെ കടത്തി വെട്ടാൻ പറ്റിയ ഒരു ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാല് സംശയമാണ്. അത്രയും ആക്റ്റീവ് ആയിരുന്നു. കോൺവൊക്കേഷൻ അവര് പ്ലാനിങ് ആയിരുന്നു, അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഭയങ്കര പ്ലാനിങ് ആണ്. അവര് വന്നപ്പോ ഉണ്ടായാലും ഓളം ഉണ്ട്. ശരിക്കും ഓളം തന്നെയെന്ന് പറയാൻ പറ്റും. ഭയങ്കര. മാം, ഒരു മാഗസിൻ റെഡിയാക്കണതിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്തോ കേട്ടില്ല. മാഗസിൻ റെഡിയാക്കണ ആരും
മാഗസീനോ? എന്നോടാണോ? ആ ജിഷ മാമ പറഞ്ഞിരുന്നു. ആണോ? മിക്ക ബാച്ചും അങ്ങനെ മാഗസീൻ ചെയ്യാറുണ്ട്. അതിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, ഇഷ്ടമാണ് മാം ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പില് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ആരും അധികം ഒന്നും പറഞ്ഞില്ല മാഗസിന്റെ കാര്യം. ഞാനൊരു സ്റ്റോറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു മാം. എല്ലാവരും കൂടിയും സഹകരിക്കുവാണെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഒരു ഓർമ്മകളല്ലേ. നിങ്ങൾ എന്താണെങ്കിലേ മടി പിടിച്ചിരിക്കല്ലേ, റിപ്പോർട്ട് എടുക്കൂ, രസാണ് അതൊക്കെ. എന്താ പറയാ, എല്ലാം ഒരു ഓർമ്മകളാണ്. ഈ ഒരു മാസം കഴിഞ്ഞാല് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞാൽ എല്ലാം ഓർമ്മകൾ മാത്രമായിട്ട് മാറും. അത് നല്ല നല്ല മെമ്മറീസ് ആണ്. ഓക്കെ, അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ, മിസ് ചെയ്യാൻ പാടില്ല. ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യരുത് ഒരിക്കലും. അത്രയും നല്ലൊരു മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് കിട്ടുമെന്നും പോലും സംശയമാണ്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്, പാസ് ഔട്ട് ആയി പോകുന്ന എല്ലാ ബാച്ചിലെ സ്റ്റുഡൻസും പറയുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നാ പറയാം. കാരണം അത്രയും ഒരുപാട് റെഡി ആയിട്ടിരിക്കണം മാം ഡാൻസ് കളിക്കാനായിട്ട്. ഞാനൊക്കെ റെഡി ആയിട്ടിരിക്കാം ഡാൻസ് കളിക്കാനായിട്ട്. ഏജ് ഒരു ഞാന് മിക്ക കൊടുത്ത് ഇപ്പൊ ഞങ്ങള് ഇത് കഴിഞ്ഞ് പിന്നെ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോ ഞങ്ങള് കളിക്കാറുണ്ട് മാം. അങ്ങനെയാണ്, ഏതൊരു മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം. ലൈഫ് ഇസ് വെരി ഷോർട്ട്. ഞാൻ പറഞ്ഞ് ഞങ്ങള് അവിടുത്തെ ഫംഗ്ഷനൊക്കെ ഇമാജിൻ ചെയ്ത് തുടങ്ങി. ഭയങ്കര രസാ, ഞാനിങ്ങനെ പറയുന്ന പോലെയല്ല, ഭയങ്കര രസം. പക്ഷെ നിങ്ങളും കൂടെ ആക്റ്റീവ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ആക്റ്റീവ് ആണ്, പറഞ്ഞ കാര്യമില്ല. നിങ്ങളും കൂടെ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സില് നന്നായിട്ടൊക്കെ നോക്കിയിട്ട് വരാം. ഇനി നമ്മള് ക്ലാസ് എടുക്കില്ല, പോർഷൻസ് ഒന്നും എടുക്കുന്നില്ല. നോട്ട്സ് കുറച്ച് തരും, നോട്ട്സ് കുറച്ച് തരണമെന്നുണ്ട്. ഓക്കെ, നോട്ട്സ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്, 2 ക്ലാസ്സിൽ നോട്ട്സ് ആയിരിക്കും. ബാക്കി നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാട്ടോ. സൈൻ ഔട്ട് പറയാം. Sign out. Thank you, ma'am, for today's class. As only a few classes are left, we feel sad that this journey is coming to an end. With heartfelt gratitude, I am signing out now. Thank you, ma'am. Thank you all. Okay. Yeah, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.